ഇങ്ങനെ ഇത് ചെയ്യാൻ പോകണേ. അതിൽ പുരട്ടാൻ പോകണേ. ഒന്ന് വറുത്തെടുക്കാനാണ് ചെയ്യുന്നത്. വറുത്തെടുത്ത് അതിന് വേണ്ട സാധനങ്ങളാണ് മുളക് പൊടി, ഇഞ്ചി, കറി മസാല, കോൺഫ്ലവർ, 1 സ്പൂൺ അരി, 2 സ്പൂൺ കോൺഫ്ലവർ, ഉപ്പ്, ഇത്രയാണ്. ഞാൻ വിരവാൻ പോവുകയാണ്. ഉപ്പും കൊടുക്കുക. ഇത് ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. കോൺഫ്ലവർ 2 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ അരിപ്പൊടി ഇടുന്നു. പിന്നെ ആവശ്യത്തിന് അതിന് വേണ്ട ഉപ്പ്. അങ്ങനെ ആക്കിയാണ് ചെയ്യുന്നത്. ഒരു വെള്ളം ചേർക്കില്ല. ഇതിൽ തന്നെ വെള്ളമുണ്ട്. കുറച്ച് സമയം ഇരിക്കുമ്പം ഇതെല്ലാം അങ്ങനെ പിടിച്ചോ. ഒരു അരമണിക്കൂറോളം വച്ചിരിക്കണം. അപ്പോഴേ ഇതെല്ലാം പിടിക്കുള്ളൂ. ഈ ഇതിനകത്തുള്ള ഈരം അല്ലെങ്കിൽ മാവുമായിട്ട് കൂടി കലർന്ന് ഇതാവും. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കില്ല. ഓക്കെ, ഞങ്ങളിതിന് പുരട്ടാൻ പോവുകയാണ്. അതിന് വേണ്ടി തയ്യാറാക്കി വെച്ചാൽ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ടൊമാറ്റോ. പിന്നെ എണ്ണയിലേക്ക് കടുക് പൊട്ടുന്നു. ഇവിടെ ഇഞ്ചിയും പച്ചമുളകും, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഈ പച്ചമുളക് ഇട്ടു. ഉള്ളി ഇടാനും സോയക്കിഴങ്ങ് പുരട്ടാൻ വേണ്ടിയാണ്. കുറച്ച് കഴിക്കാനെടുത്ത് വറുത്തത് എടുത്തിട്ട് ഈ ടൊമാറ്റോ ഉണ്ട്. ഈ ടൊമാറ്റോ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് പാടി നല്ലതാകുമ്പം ടൊമാറ്റോ ഇവിടെ കൂട്ടുക. ടൊമാറ്റോ ചേർത്ത് അത് ടൊമാറ്റോ ഒന്ന് മൂത്ത് വരുമ്പോൾ അത് കൂട്ടി ചേർക്കാം. കൂട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചാണ് എല്ലാം എടുത്ത് വെക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇതിയൊക്കെ വളരെ കുറച്ചാണ്. നല്ലതാവട്ടെ. ഇത് ഏകദേശം വെന്തു. ഞാൻ കുറച്ച് വെള്ളം ചേർക്കാൻ പോകണം. ആവശ്യത്തിനുള്ള വെള്ളം ഇതും കൂടി തിളച്ചത് വേണം. സോയച്ചോണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാണ്. എല്ലാം വറ്റി ഞാൻ സോയ ചങ്ങലിലേക്ക് ചേർക്കുകയാണ്. ഇത് വൈകിട്ട് ദോശയ്ക്ക്, ചപ്പാത്തിക്ക് അല്ല എപ്പോഴും വേണം എടുക്കാം. ദോശയ്ക്ക്, ചോറിന് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ഇതൊരു കൂട്ടാൻ മാത്രം മതിയാവും ചോറിനൊക്കെ. അത്ര നല്ല ടേസ്റ്റാണ്, നല്ല രുചിയുള്ളൊരു കൂട്ടാനാണ്. എല്ലാവരും ഇതുപോലെ വച്ച് കഴിക്കണം. വെച്ച് നോക്കണം കേട്ടോ. വെച്ച് നോക്കാൻ മാത്രമല്ല കഴിക്കുകയും വേണം. എല്ലാം ചേർത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കൂട്ടാനാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണം, ഷെയർ ചെയ്യണം. നമുക്ക് ചോറിനൊക്കെ ഒരുപാട് നല്ല നമുക്ക് വൈകുന്നേരം കാപ്പിക്കാണ് വെക്കുന്നത്. ദോശയ്ക്കാണ്, ദോശയിലും പുട്ടായാലും എന്തിനും ഉപയോഗിക്കാം. എല്ലാവരും ഇത് വെക്കണം കേട്ടോ. സോയാബീൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം. നമുക്ക് വെറുതെ വറുത്ത് കഴിക്കാനും നല്ലതാണ്. ഇപ്പോൾ ഈ കൂട്ടൊക്കെ ചേർക്കുമ്പോൾ ആദ്യം ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അതിലിട്ടിട്ട് അതിട്ട് ഒന്ന് നല്ല വെട്ടി തിളച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് പിന്നെ അത് പച്ചവെള്ളത്തിലിട്ടിട്ട് ഊറ്റി വാരി വയ്ക്കണം. ഇത്രയാണ് അത് വേവിച്ചെടുക്കാനുള്ള സമയം.